പാലക്കാട് അലനല്ലൂർ ഭാഗത്ത് അതിശക്തമായ മഴയാണ്. എടത്തനാട്ടുകര റൂട്ടിൽ കണ്ണംകുണ്ട് പാലത്തിന് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഗൂഗിൾ വിവരങ്ങളുമായി ചേരുന്നു. ഗൂഗിൾ, മഴയുടെ സ്ഥിതി എങ്ങനെ? നിലവിൽ മഴ തോർന്നു നിൽക്കുന്നുവെങ്കിലും ഈ വെള്ളക്കെട്ട് രൂക്ഷമാണല്ലേ? തീർച്ചയായും ഒരു 7:30 സമയത്താണ് പാലക്കാട് ജില്ലയിൽ ശക്തമായ മഴ പെയ്തത്. പ്രധാനമായും ഈ അലനല്ലൂർ, അട്ടപ്പാടി, മണ്ണാർക്കാട് ഈ മേഖലയിലാണ് ശക്തമായ മഴയുണ്ടായത്. മഴയിൽ അട്ടപ്പാടി ചുരത്തിൽ വെള്ളച്ചാട്ടം പോലെ വലിയ ഒരു വെള്ളച്ചാട്ടം രൂപപ്പെടുകയും 15 മിനിറ്റോളം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. ഏകദേശം ഒരു 8 മണിയോടുകൂടി ഈ വെള്ളച്ചാട്ടം അവസാനിക്കുകയും, അതായത് വെള്ളം കുറയുകയും ആ വഴിയുള്ള ഗതാഗതം പിന്നീട് പുനഃസ്ഥാപിക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വെള്ളം നേരെ എത്തുന്നത് മണ്ണാർക്കാട് മേഖലയിലാണ്. മണ്ണാർക്കാട് എടത്തനാട്ടുകരയിലാണ് പാലത്തിന് കോസ്വേക്ക് മുകളിലൂടെ വെള്ളം പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അവിടെയും ഇപ്പോൾ അവിടെ കുറേ മാലിന്യങ്ങൾ അടിഞ്ഞിരുന്നു. അങ്ങനെ വെള്ളം മുകളിലൂടെ പോകുന്നൊരു സ്ഥിതി വന്നു. പിന്നീട് ആ മാലിന്യങ്ങളും പലതും നീക്കം ചെയ്തതോടുകൂടി തന്നെ ഇപ്പോൾ വെള്ളം അല്പം താഴ്ന്നിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ പൊതുവെ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. പക്ഷേ സൈലന്റ് വാലി പോലുള്ള വനമേഖലയിൽ ഇപ്പോഴും മഴയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ വനമേഖലയിൽ പല സ്ഥലങ്ങളിലും മഴ പെയ്യുന്നുണ്ട്. പക്ഷേ അതല്ല, മറ്റ് നഗരത്തിലും അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന പ്രദേശങ്ങളിലും ഒക്കെ തന്നെ മഴ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. വളരെ പെട്ടെന്ന് കാലാവസ്ഥ മാറുന്നൊരു പ്രതീതിയുമുണ്ട്. നെല്ലിയാമ്പതിയിൽ രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുൻപ് ശക്തമായ മഴ ആരംഭിച്ചിട്ടുണ്ടെന്ന് അവിടെയുള്ള പലരും നമ്മളെ വിളിച്ചു പറഞ്ഞു. പക്ഷേ മറ്റ് നാശനഷ്ടങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ രീതിയിലാണ് പാലക്കാട് ജില്ലയിലെ പൊതുവെയുള്ള കാലാവസ്ഥ നീങ്ങുന്നത്.